ശരിക്കും നമ്മുടെ ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹം ചതുർബാഹു വിഷ്ണുവിൻ്റെതാ. അപ്പോൾ പിന്നെ ഇതെങ്ങനെയാ കൃഷ്ണഭാവത്തിൽ വന്നത്? യാദവന്മാർ തമ്മിൽ പരസ്പരം മല്ലടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. ദ്വാരക കടലെടുക്കാൻ പോകുന്നു. ഭഗവാൻ സ്വർഗാരോഹണത്തിന് തയ്യാറെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തനായ ഉദ്ധവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവരെ, ഇത് ഞാൻ ഈ യദുകുലത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന വിഷ്ണു വിഗ്രഹമാണ്. ഇത് നീ യഥാവിധി പ്രതിഷ്ഠിക്കണം. ഭഗവാന്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് ഉദ്ധവരെ നേരെ പോവുകയാണ് ദേവഗുരുവായ ബൃഹസ്പതിയുടെയും വായുവിൻ്റെയും അരികിലേക്ക്. ഈ വിഗ്രഹം അവരെ ഏൽപ്പിച്ചു. ഭഗവാന്റെ ആജ്ഞയും പറഞ്ഞു. അവർ ഈ വിഗ്രഹവുമായിട്ട് ദക്ഷിണ ദിക്കിലേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ അവരൊരു ഉത്തമമായ സ്ഥലം കണ്ടെത്തി. അപ്പോൾ നേരത്തെ തന്നെ അവിടെ ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ മഹാദേവനും അവിടേക്ക് എത്തി. എന്നിട്ട് ഈ വിഷ്ണു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാനായിട്ട് അവർ ഒരുങ്ങുകയാണ്. ഈ സമയം നല്ല ഞൊറിവൊക്കെ ഉള്ള കുട്ടി പാവാടയൊക്കെ ഇട്ടിട്ട് അതിനൊത്തൊരു ബ്ലൗസും ഒക്കെ ഇട്ട് ഒരു കൊച്ചു പെൺകുട്ടി അവിടേക്ക് വന്നു. നല്ല സൗന്ദര്യമുള്ള ഓമനത്വമുള്ള ചൈതന്യമുള്ള മുഖം. വന്നിട്ട് ഇവരോട് ചോദിച്ചു, എന്താ ഇവിടെ ചെയ്യണേ? അപ്പോൾ അവർ പറഞ്ഞു, അത് ഈ വിഗ്രഹം ഞങ്ങൾ ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോവാം. എവിടെ? ഇവിടെയോ? അതെ. ഇവിടെ പറ്റില്ല. പറ്റില്ലേ? അതെന്തേ? ഇത് ഞാൻ കളിക്കണ സ്ഥലമാണ്, ഇവിടെ ഇത് പ്രതിഷ്ഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇത് ഈ ക്ഷേത്രത്തിലെ ദേവിയാണ്. ദേവി ഇവിടെ വന്ന് ഇങ്ങനെ കളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാക്ഷിയുമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇതാണല്ലോ ഉത്തമമായ സ്ഥലം. ഇപ്പോൾ ദേവിയോട് അപേക്ഷിക്കുക തന്നെ. അപ്പോൾ അപേക്ഷിച്ചു, ദേവി ഇത് ഈ ഒരു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, ശരി, എന്നാൽ പ്രതിഷ്ഠിച്ചോളൂ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണത്? കാര്യം ഇത് ചതുർബാഹു വിഷ്ണു ആയിരിക്കും, പക്ഷേ ഇത് കൃഷ്ണഭാവത്തിൽ വേണം ഇവിടെ പ്രതിഷ്ഠിക്കാൻ. എനിക്ക് കളിക്കണം, എൻ്റെ കളിക്കൂട്ടുകാരനായിട്ടാണ് വേണ്ടത്, എനിക്ക് കളിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രതിഷ്ഠിച്ചോളൂ. ശരി. അപ്പോൾ സമ്മതിച്ചു. അവിടുത്തെ ഇഷ്ടം പോലെ. എന്നാൽ ഞാൻ ഇടത്തോട്ട് മാറിയിരുന്ന് തരാം. ദേവിയുടെ അനുവാദത്തോടു കൂടി തൻ്റെ കളിക്കൂട്ടുകാരനായിട്ട് ഭഗവാനെ, കൃഷ്ണനെ, കുസൃതിക്കാരനായ ഉണ്ണിക്കണ്ണനെ അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു. ആര് പ്രതിഷ്ഠിച്ചു? ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചു. ഗുരുവായു നമുക്കറിയാം. നമ്മൾ ഭഗവാനെ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഇടത്തരികത്ത് ദേവിയെ തൊഴുത് തിരിഞ്ഞു നിന്ന് നമ്മൾ മമ്മിയൂരപ്പനെയും വണങ്ങിയാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. അത് ഈ ഒരു പ്രതിഷ്ഠയുടെ ഓർമ്മയ്ക്കായിട്ടാണ്.